100% വെള്ളാപ്പള്ളി പറഞ്ഞ് അംഗീകരിക്കുന്ന ആളാണ്. കാരണം ഒരു തെറ്റും പറഞ്ഞില്ല. മുസ്ലിമിന് 18 ഉണ്ട്, ഹിന്ദുവിന് 1 ഉള്ളൂ. ഈരാറ്റുപേട്ട കൊടുത്താൽ മുസ്ലിമിന് കൊടുക്കുന്ന തരത്തിലാത്ത ആരാണ്? മുസ്ലിം അങ്ങനെ വിഭജിച്ച് കൊടുക്കണം. പിന്നെ അതല്ല അതിൻ്റെ മര്യാദ. അപ്പോൾ ഈ ഫാക്റ്റാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യം. ഞങ്ങളെ ആ മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞത് ശരിയല്ല. 89 വയസ്സോട് കാരണവരല്ലേ അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ശരിയാണ്. SDP-യുടെ തുടക്കകാലത്ത് അവരെ പോലെ ജനസേവനം ചെയ്യുന്ന ഒരു സംഘടനയില്ലായിരുന്നു. ജോസഫ് എന്ന് പറഞ്ഞ് വാദ്യാരുടെ കയ്യും കലിപ്പിട്ട് കളഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നീ പോടാ, വേണ്ടത് അന്തയ്ക്ക് പറഞ്ഞു ശരിയാണ്. ഇതിന് വോട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മുസ്ലിമിൻ്റെ വോട്ട് വേണമെന്നല്ല പറഞ്ഞത്. ജനാധിപത്യ അല്ലെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഏകീകരണമല്ല BJP-യുടെ വളർച്ചയെ സഹായിക്കുന്നത്, വർഗീയ മനോഭാവത്തിൻ്റെ ഏകീകരണമാണ്. സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും സമ്മതിച്ചല്ലോ, ഞങ്ങൾ വളരുന്നെന്ന് സമ്മതിച്ചല്ലോ. ഞാൻ ഹിന്ദു ആണല്ലോ, ഞാൻ പിന്നെ വർഗീയതയുണ്ടെന്ന് ഉറപ്പല്ലേ. അല്ല, ഹിന്ദു എന്നല്ല, പിന്നെ ക്രിസ്ത്യൻ ഏകീകരണവും കേരളത്തിലെ അവസ്ഥയാണ്. കേരളത്തിൽ ഇവിടെ എന്താ പ്രശ്നം? ഇന്ത്യ സംസ്ഥാനത്ത് ബീഹാർ, മധ്യപ്രദേശ് നോക്കിയാൽ അവിടെയൊക്കെ മുസ്ലിങ്ങൾ മുഴുവൻ ഓപ്പണായിട്ട് BJP-യാണ്. മുസ്ലിം ഭൂരിപക്ഷമാണ് നിയമമുള്ളെങ്കിൽ മുസ്ലിം MLA-മാർ BJP-യാണ്. മനസ്സിലായോ? BJP-ക്ക് അത്ര സ്വാധീനമുണ്ട്. ഈ കേരളത്തിൽ എന്നാ വന്നിരിക്കുന്നത്? LDF UDF. ആ LDF UDF ആയിട്ട് മുസ്ലിങ്ങളെ തിരിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ആക്കി വെച്ചിരിക്കുക പാവങ്ങൾ. മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗം, അഖിലേന്ത്യ വേറൊരു ഭാഗം, പിന്നെ കാന്തപുരത്തിൻ്റെ ഭാഗം, അങ്ങനെ നിൽക്കുക, വെച്ചിരിക്കുക. ഏറ്റവും പാവങ്ങളായ മുസ്ലിങ്ങളുള്ള സ്റ്റേറ്റാണ് കേരളം. അറിയാമോ? ഞാൻ ഒളിച്ചു നോക്കാതെ പറയാം. ഏറ്റവും മാന്യന്മാരും പാവം വൃത്തികെട്ടന്മാരില്ലെന്നല്ല തെറ്റിദ്ധരിക്കുന്നത്, വൃത്തികെട്ടന്മാരും ഉണ്ട്. പക്ഷേ 100-ൽ 98 മാന്യന്മാരുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ഞാൻ അവരോട് അത്ര നേരം ബന്ധമുള്ളതല്ലേ. എനിക്കെതിരായിട്ട് അവരെ വികാരജീവികളാണ് മുസ്ലിം സമൂഹം. ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെങ്കിൽ ഒരു കാര്യം കേട്ടാൽ അന്നേരം ചാടുകയില്ല. വർഗീയമായ ഒരു കാര്യം കേട്ടാൽ മുസ്ലിം ചാടും. അവരുടെ വികാരമാണ്. അങ്ങനെ ഒരു വികാരജീവികളായിട്ട് അവർ എന്താ കാര്യം? ഇന്ത്യ ഒരു വലിയ ഹിന്ദു രാഷ്ട്രമായി മാറുമെന്ന് ഭയപ്പെട്ടിരുന്നവർ. പക്ഷേ ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഒരു മതേതര രാഷ്ട്രം എന്ന തീരുമാനം എടുത്തതോടുകൂടി ആ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമായിട്ട് വരികയിൽ ഇത്രയും ശതമാനമുള്ള ഹിന്ദു രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച് ആരെങ്കിലും മിണ്ടാൻ പറ്റുമോ? സത്യത്തിൽ പറ്റുമായിരുന്നു. അവരത് ചെയ്തില്ല. മാന്യത ഹിന്ദു സമൂഹം ചെയ്തു. ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഏറ്റവും മാന്യന്മാരല്ലേ. ആ മാന്യന്മാരുടെ ഹിന്ദുക്കളുടെ മാന്യത ഇല്ലെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി എങ്ങനെ ഉണ്ടാകുന്നു? ഇവിടെ പള്ളി ഉണ്ടാവുമോ? ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ ഉണ്ടായി? മുസ്ലിങ്ങൾക്ക് പള്ളി വെക്കാൻ സ്ഥലം കൊടുക്കുന്ന ഹിന്ദു രാജാക്കന്മാരല്ലേ. എന്തിനാണ് പറയുന്നു? ഭരണങ്ങാനം പള്ളി അത് മീനിച്ച് കർത്താവിൻ്റെ സ്ഥലത്ത് കർത്താവ് പണിയിച്ചു കൂടെ പള്ളിയാണ്. ഇതൊക്കെ ഒരു സെക്കുലർ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കേസാണ്. ഈ പള്ളി മുഴുവൻ പണിയുന്ന കാലഘട്ടത്തിലാണ്. അത് ഓരോരോ സ്ഥലത്തെ പ്രാദേശിക ഭരണാധികാരികൾ ചെയ്ത നല്ല കാര്യം, അങ്ങനെ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ VCA പക്ഷേ വളരെ പെട്ടെന്ന് ഈ അടുത്ത സമയത്ത് തീവ്രവാദി എന്ന് VCA ആക്ഷേപിച്ചു എന്നൊരു ടോക്കുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ അടക്കം ആക്ഷേപിക്കുന്നു. ഇപ്പൊ രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച്, VCA കുറിച്ച്. വെള്ളാപ്പള്ളി നടേശൻ എന്നാ പറഞ്ഞു? ഈ നിങ്ങളെപ്പോലുള്ള പത്രക്കാരും പറ്റി സത്യം കണ്ടെത്തണ്ടേ? വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത മഹാഭാവം എന്നതാണ്. മലപ്പുറത്ത് 60% മുകളിൽ മുസ്ലിങ്ങളാണ്, ബാക്കി ഹിന്ദുവാണ്. ക്രിസ്ത്യാനി കൊണ്ട് ഇച്ചിരി കുറച്ച് 19 ഹയർ സെക്കൻഡറി സ്കൂള്, 18 മുസ്ലിം ലീഗ്. 60% 18-ഉം 40% ഒന്നും കൊടുക്കുന്നതിന് ന്യായം എന്താ? അതാ വെള്ളാപ്പള്ളി ചോദിച്ചാൽ എന്നാ തെറ്റിരിക്കുന്നത്? വെള്ളാപ്പള്ളി ന്യായമായ ഒരു കാര്യം പറഞ്ഞ് സാമൂഹ്യ നീതിയെ പറ്റിയില്ല അങ്ങനെ പറഞ്ഞ്. അല്ല, അത് വാക്കൊരു പ്രശ്നമുള്ള തീവ്രവാദ സ്വഭാവം അങ്ങനെ പറഞ്ഞു കാണും. അതിനൊന്നും പഴമിക്കേണ്ട കാര്യമില്ല. അതിന് ഒരു വാക്കെ പിടിച്ച് കിടന്ന് ഞാലാതെ. അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ എന്താണെങ്കിലും ഞാൻ പറയാം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊക്കെ ന്യായമാണ്. ഞാൻ കേട്ടതാണ്. അംഗീകരിക്കുകയാണ്. ഞാൻ അതിനെ അംഗീകരിക്കാം. 100% വെള്ളാപ്പള്ളി പറഞ്ഞ് അംഗീകരിക്കുന്ന ആളാണ്. കാരണം ഒരു തെറ്റും പറഞ്ഞില്ല. മുസ്ലിമിന് 18 ഉണ്ട്, ഹിന്ദുവിന് 1 ഉള്ളൂ. 60% 18-ഉം 40% 1 പറഞ്ഞാൽ എന്നെ ന്യായം? അപ്പോൾ ചെയ്യേണ്ടത് എന്നാ? വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിക്കാതെ പിണറായി വിജയൻ്റെ ഒരു 4-5 സ്കൂളുകൂടെ അവർക്കും കൊടുത്തേക്കണം, പ്രശ്നം തീർന്നില്ല. അതായത് മര്യാദ. ഹിന്ദുക്കൾ കൊടുക്കണം. ഹിന്ദുക്കൾ കൊടുക്കുന്ന പറയുമ്പം ഇവരെല്ലാം ആരോപണം ഉന്നയിക്കത്തില്ല. SNDPക്ക് വേണം, അവിടെ പൊട്ടച്ചോന്തി ഇപ്പം അരിപത്ര കൊണ്ട് കൊടുക്കണം, അത് ക്രിസ്ത്യാനിക്ക് കൊടുക്കണം, ആർക്കും അറിയത്തില്ലാത്ത.
ഈരാറ്റുപേട്ട കൊടുത്താൽ മുസ്ലിമിന് കൊടുക്കുന്ന തരത്തിലാത്ത ആരാണ്? മുസ്ലിം അങ്ങനെ വിഭജിച്ച് കൊടുക്കണം. പിന്നെ അതല്ല അതിൻ്റെ മര്യാദ. അപ്പോൾ ഈ ഫാക്റ്റാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പറഞ്ഞ സത്യമാണ്. ഞങ്ങളെ ആ മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞത് ശരിയല്ല. 89 വയസ്സോട് കാരണമല്ലേ അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ശരിയാണ്. PC വളരെ സ്വന്തം ആളായിരുന്നു. ആരുടെ? ഒരു സമയത്ത് ഇവിടെ പോപ്പുലർ ഫണ്ട് ഉൾപ്പെടെ PC സഹായിച്ചു. ഒരു പത്രം പറയുകയാണ്, നിങ്ങൾ അബദ്ധം പറയാതെ. അങ്ങനെ ആ സഹായം എല്ലാം ഉണ്ടായത് അല്ല. ഞാൻ SDP സഹായിച്ചിട്ടുള്ളവൻ. എനിക്ക് വിളിച്ചു നോക്കേണ്ട കാര്യം. അങ്ങോട്ട് സഹായിച്ചു എന്നാണ് ഞാനും പറഞ്ഞത്. അതിനെന്നെ കുഴപ്പം? സഹായിക്കും മനുഷ്യ സംഘടന എന്ന നിലയിൽ സഹായിച്ചു അല്ല, സഹായിച്ചാണ്. അവര് SDP തുടർച്ചകാലത്ത് അവരെ പോലെ ജനസേവനം ചെയ്യുന്ന ഒരു സംഘടനയില്ലായിരുന്നു. മനസ്സിലായി? ജനസേവനം എന്ന് പറഞ്ഞാൽ അത് പൊതുവായ കാര്യം. ഒരാൾ ആശുപത്രി പോകണം, ഇവന്മാരാ പിരികൊണ്ടിരിക്കുന്നത്. ഒരാൾ പട്ടിണി കിടക്കുന്ന, ഒരു വീടില്ല, വീടുണ്ടാക്കുന്ന ഇവന്മാരാ. SDP അത്ര സേവനം ചെയ്തു. ജാതി മത വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജാതിയാണ് മുസ്ലിങ്ങളെ കൂടുതൽ അവർ നോക്കിയിരുന്നത്. മുസ്ലിങ്ങളെയാണ് നോക്കിയത്. കാരണം മുസ്ലിങ്ങളല്ല, പിന്നെ മുസ്ലിങ്ങളെ പിന്നെ ആരും നോക്കാൻ പറ്റും? അല്ല, അങ്ങനെ ഒരു സെക്കുലർ മനോഭാവത്തിലല്ല അവർ ചെയ്തിരുന്നു. പക്ഷേ അവരത് കഴിഞ്ഞ് ജോസഫ് എന്ന് പറഞ്ഞ വാദ്യാരുടെ കയ്യും കാലും വെട്ടിക്കളഞ്ഞു. അതെ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഞാൻ കുറ്റം പറഞ്ഞില്ല. എന്നാന്നറിയാമോ? ആ വാദ്യാരി ചെമ്മനമറ്റംകാരൻ എൻ്റെ ഇവിടെ 5 കിലോമീറ്റർ അകലെ താമസിക്കുന്നവൻ. അവൻ്റെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവരാണ്. ഞാൻ ബലമായിട്ട് ഇവിടെ ഈ ഓഫീസിൽ വിളിച്ച് വരും പേടിപ്പിച്ച് അവനെ അമ്മ കൊടുത്തു വിട്ടത്. ആ അമ്മയുടെ സാന്നിധ്യത്തിൽ അവനിട്ട് 2 വെട്ടി കിട്ടിയത് കുഴപ്പമില്ലാതെ എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? PC ഈ നമ്മുടെ ഈ ഇദ്ദേഹത്തെ ജോസഫ് മാഷിനെ തള്ളി പറയുകയാണ്. തള്ളി പറഞ്ഞ് എത്ര പ്രാവശ്യം പറയുന്നത്? ഇനിയും പറയും. എനിക്ക് പേടിയിലുണ്ടോ? ഞങ്ങളുടെ ചെലവിലാണോ? അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ അയാൾ നിരപരാധിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അയാളുടെ കാര്യം നിരപരാധിയാണ്. പിന്നെ അയാളെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം അയാൾ മുഹമ്മദ് മുഹമ്മദിന് എത്രയോ മുസ്ലിം പേരുണ്ട്. മുഹമ്മദ് ഇട്ടല്ല, മുഹമ്മദിന് വേണം. ലോകത്തിലെ ഏറ്റവും അധികം പേരുള്ള മുഹമ്മദ്. അതൊക്കെ ഇവരൊക്കെയാണ് പറയുന്നത്. അതിന് സ്കൂൾ മാനേജ്മെന്റ് അയാളെ ഡിസ്മിസ് ചെയ്തില്ല. മര്യാദ. ഞാൻ മര്യാദ എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതൊക്കെ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത്. പക്ഷെ അയാള് ഈ SDP പറ്റി ഞാൻ പറഞ്ഞു. അത് എനിക്ക് സങ്കടം തോന്നിയില്ല. പക്ഷെ തെറ്റാണെന്ന് അവരോട് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് അവന്മാർ എനിക്ക് അരിശം വരാൻ കാരണമെന്നറിയാം. അത് കഴിഞ്ഞ് അവന്മാർ തീവ്രവാദത്തിലേക്ക് പോയി. അവരുടെ പാർട്ടിയിൽ നിന്ന് മനക്കലെ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഈ SDP വലിയ നേതാവായിട്ട് അയാൾ SDP രാജിവെച്ചു. അവൻ്റെ കാല് വെട്ടി. അങ്ങനെ സംഭവം. ആ ഇവിടെ ഇപ്പോട്ടല്. അത് കഴിഞ്ഞ് അവന്മാർക്ക് യോഗം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു SDP ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഇവന്മാരോട്ട് എനിക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പടങ്ങി. ഈരാറ്റുപേട്ടയിൽ അല്ലെങ്കിൽ ഈ ഏരിയയിൽ പൂഞ്ഞാറിൽ ആകെ ഈരാറ്റുപേട്ട ഉള്ളെന്ന് ചെയ്ത് PC തോപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ തോപ്പിച്ചോട്ടെ. എനിക്ക് വരുമ്പോൾ ക്രിസ്ത്യാനിക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ തോക്കലായിരുന്നു. ക്രിസ്ത്യാനി മുഴുവൻ കൊണ്ട് എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ തോക്കുമോ? അവൻ ചെയ്തില്ലല്ലോ. പിന്നെ വർത്തമാനപ്പെട്ട കാര്യം. ഹലോ കോൺഗ്രസ് അതെ, എന്തുവാട്ടെ. മുസ്ലിം എല്ലാം എനിക്കെതിരായിട്ട് നിൽക്കുമ്പം ക്രിസ്ത്യാനിക്ക് വേണം, ഞാനൊരു ക്രിസ്ത്യാനി എനിക്ക് വോട്ട് ചെയ്താൽ ചത്തു പോകും. അഭ്യർത്ഥിച്ചിരുന്നോ? ഞാൻ അങ്ങനെ സമുദായമായിട്ട് അഭ്യർത്ഥിച്ചില്ലല്ലോ. ആവശ്യം എനിക്കില്ല. ഞാൻ എല്ലാവരോടും വോട്ട് ചോദിച്ചു. പക്ഷേ SDP ആയിട്ട് പരസ്യ സംഘർഷം ഉണ്ടായിരുന്നു. ഒരു സംഘർഷമില്ല. ഇല്ല. ആകെ കാരണം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ആനിയളപ്പ് തേവരുപാറ റോഡുണ്ട്. ആ തേവരുപാറ റോഡ് വൈകാരികമായി എനിക്ക് ബന്ധമുണ്ട്. റോഡ് തേവരുപാറ തങ്ങൾ താമസിച്ചിരുന്നു. അങ്ങനെയാണ് 80 എന്നെ ചന്ദ്രൻ ഞാൻ സ്ഥാനാർത്ഥി ആകണ്ടെന്ന് തർക്കത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്നെ തലത്തൊട്ട് കൈവച്ച് ഒരു മൗലൂദ് കൂതിച്ച് എന്നോട് പറഞ്ഞു, മോനെ നീ സ്ഥാനാർത്ഥിയാകണം, നീ ജയിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഈ പഴയ ആദ്യത്തെ ഇലക്ഷനോ? 80. അപ്പോൾ അങ്ങേരോടുള്ള സ്നേഹം കൊണ്ട് ആ നാടിനോട് പ്രത്യേക സ്നേഹം ഞാൻ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവിടെ 98 ലക്ഷം രൂപ 98 നീക്കുന്നത് MLA ഫണ്ട് കൊടുത്ത അവിടുത്തെ റോഡ് വൃത്തിയായിട്ട് അറിയും. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോലും പോയില്ല. കാരണം ഇങ്ങനെയുള്ള ബഹുമാനം കൊണ്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ റോഡിലൂടെ ഇലക്ഷൻ ഞാൻ വോട്ട് പിടിക്കാൻ നിന്നപ്പോൾ ഒരു 4-5 ഊച്ചാളിപ്പിള്ളേർ ഇറങ്ങിയിട്ട് SDP ചിന്താബ എന്ന് പറഞ്ഞ് എന്നെ കയറ്റുകയില്ല. ഞാൻ ടാർ ചെയ്തിട്ട് 1 മാസമായില്ല റോറേ. അപ്പം നീ പോടാ, വേണ്ടത് അന്തയ്ക്ക് പറഞ്ഞു ശരിയാണ്. ഇതിന് വോട്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. മുസ്ലിമിൻ്റെ വോട്ട് വേണമെന്നല്ല പറഞ്ഞത്. SDP വേണമെന്ന് പറഞ്ഞില്ല. യുവന്മാരുടെ വോട്ട് വേണമെന്ന് പറഞ്ഞു. അത് മുസ്ലിമിൻ്റെ വോട്ട് വേണ്ടെന്നാക്കി. അത് കുറേ കറാൻ പറഞ്ഞവന്മാരുണ്ട് ഇവിടെ. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവരൊക്കെ ദൈവം ചിഷ്ടക്ക് മേടിച്ചു പേടിക്കണ്ട. ഇപ്പം ഈ പ്രസന്റ് കണ്ടീഷനിൽ 2 മുസ്ലിം വിരുദ്ധ മുഖമാണ് ഞാനീ പറഞ്ഞ 2 കക്ഷികളും. ആയിക്കോട്ടെ,
വിരസമായിട്ടിരുന്നോട്ടെ, എന്നെ തിന്നാനൊന്നും ഇല്ലല്ലോ. അതിനകത്ത് ഈ രണ്ടുപേർക്കും ഒരു രണ്ടുപേരുടെ സംയോജിപ്പിക്കുന്ന വേറൊരു ഘടകം കൂടിയുണ്ട്. ഒന്ന് ഈ NDA ആയിട്ടുള്ള അടുപ്പമാണ്. NDA ആയിട്ട് അടുപ്പം ഞാൻ ഇന്ന് തുടങ്ങിയത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല മിസ്റ്റർ ഉസ്താൻ. അതായത് ഒരു 1.5 വർഷക്കാലം ഞാൻ വളരെ വിശദമായി ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടും വൈദികരായിട്ടും ബിഷപ്സുമായിട്ടും അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് പൂജാരിമാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുമായിട്ട് സംസാരിച്ച് ആലോചിച്ച് തീരുമാനം എടുത്തിട്ടാണ് ഞാൻ BJP ചേർന്നത്. അല്ല ചുമ്മാ ഒറ്റയടിക്ക് എന്നെ ചേർക്കാവോ എന്ന് ചോദിച്ച് ചേർന്നതല്ല. 1.5 കൊല്ലത്തെ വിശദമായ പഠനത്തിന് ശേഷം ഞാൻ BJP ചേർന്നത്. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഭാവി BJPയുടെ കയ്യിലാണെന്ന് അതല്ല, BJP ആണ് ശരി, അവരുടെ ഭാവിയൊന്നും എനിക്ക് പ്രശ്നമല്ല. BJP ആണ് ശരി എന്ന് ബോധ്യത്തോടെയാണ് ചേർന്നത്. PC ജോർജിനോടൊപ്പമുള്ള രാഷ്ട്രീയ വർത്തമാനം തുടരും അടുത്ത ഭാഗത്തിൽ. താങ്ക് യു.